നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. ഒരു വലിയ സമൂഹം, യുവതലമുറ ദൈവത്തിൽ നിന്നും അകലുകയും ലോകത്തോട് ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ശാസ്ത്രത്തിന്റെ വളർച്ചയും ദൈവമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുമൊക്കെ ബൈബിൾ പറയുന്ന സത്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഈ തലമുറയെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഒരു രസകരമായ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. സുദീർഘമായ വർഷങ്ങൾക്ക് പുറകിൽ ഒരു ചർച്ചിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കുവാൻ വന്നു. നല്ല ജ്ഞാനമുള്ള, അറിവുള്ള ഒരു മനുഷ്യൻ. പഠിച്ച് നല്ല PhD ഒക്കെ എടുത്ത് ചരിത്രത്തിലും തിയോളജിയിലും ഒക്കെ നല്ല പ്രാവീണ്യമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗത്തിന്റെ ഇടയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചെങ്കടൽ രണ്ടായി എന്ന ഭാഗം തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു എന്നത് ശരി തന്നെയാണ്. എന്നാൽ ആ ചെങ്കടലിന്റെ ഒരു ഭാഗത്ത് മുട്ടോളം മാത്രം വെള്ളമുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുകൂടെയാണ് ഇസ്രായേൽ ജനം ആ കടൽ ക്രോസ് ചെയ്തത്. അല്ലാതെ ചെങ്കടൽ രണ്ടായി പിളർന്നു എന്ന് ബൈബിൾ പറയുന്നത് തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയാണ് എന്ന് തനിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ സമർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇത് പറയുമ്പോൾ മുൻവശത്തിരുന്ന ഒരമ്മച്ചി ശക്തിയായി ഉറക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. അദ്ദേഹം പറഞ്ഞു, അമ്മച്ചി, ഞാൻ പറഞ്ഞത് ചെങ്കടൽ പിളർന്നു എന്നല്ല, ചെങ്കടൽ പിളർന്നില്ല എന്നാണ്. പിന്നെ എന്തിനാണ് അമ്മച്ചി ഉറക്കെ സ്തോത്രം ചെയ്തത്? ആ അമ്മച്ചി രസകരമായ ഒരു മറുപടി പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞത് ശരിയായിരിക്കാം. ഒരുപക്ഷെ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് മുട്ടോളം വെള്ളത്തിലായിരിക്കാം. പക്ഷേ ആ മുട്ടോളം വെള്ളത്തിലാണല്ലോ ഫറവോനും സൈന്യവും മുങ്ങിച്ചത്തത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അധികം വിദ്യാഭ്യാസമില്ലാത്ത അമ്മച്ചിയുടെ മറുപടി പാസ്റ്ററെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ പ്രസംഗം പകുതി വഴി വെച്ച് നിർത്തേണ്ടി വന്നു. ബൈബിൾ പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ലോക മനുഷ്യന് ബൈബിൾ പറയുന്നത് ഒരു പക്ഷെ ഭോഷത്വമായി തോന്നിയേക്കാം. പക്ഷേ അത് ബൈബിളിന്റെ പ്രശ്നമല്ല, അത് നമ്മുടെ അറിവിന്റെ പരിമിതിയാണ്. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ്. ദൈവത്തെയും അവന്റെ വചനത്തെയും വിശ്വസിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ തല ആരുടെയും മുൻപിൽ കുനിയാൻ ദൈവം അനുവദിക്കില്ല. ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തെയും അവന്റെ വചനത്തെയും വിശ്വസിക്കാം. വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഗാഡ് ബ്ലസ് യു.